ഒരുപാട് കലാ സാംസ്കാരിക പൊതുപരിപാടികളിൽ ഈ അടുത്ത കാലത്തായിട്ട് താങ്കൾ സ്ഥിര സാന്നിധ്യമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികളിലെ മുഖ്യാതിഥിയായി പലപ്പോഴും എത്താറുള്ളത് ഡോക്ടർ മറിയാണ്. തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ വളരെ പൊതുരംഗത്ത് കൂടുതൽ സജീവമായി ഡോക്ടർ മറിയ ഉമ്മൻ മാറുന്നു എന്നതാണ് പൊതുവിലുള്ള സംസാരം. ചെങ്ങന്നൂരിൽ നടന്നിട്ടുള്ള അത്യാവശ്യം എല്ലാ പൊതുപരിപാടികളിലും താങ്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല ഈ ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നു. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അതല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നോടിയായി ഡോക്ടർ മറിയ ഉമ്മൻ നടത്തുന്നതാണ് എന്ന് അങ്ങനെ ഒരു സംസാരമുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. സംസാരമുണ്ട്. ഞാൻ പറയട്ടെ, ഈ എന്നെ ക്ഷണിക്കുന്ന പരിപാടികൾക്ക് ഞാൻ എല്ലാം പോകാറുണ്ട്. എനിക്ക് വീക്കെൻഡ്സ് ആണ് പ്രോഗ്രാമുകൾ പോകാറുള്ളത്. എന്നെ കൊണ്ട് ചെല്ലാൻ പറ്റുന്ന പരിപാടിയാണെങ്കിൽ അപ്പയുടെ മരണശേഷം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾക്കെല്ലാം ചെന്നിട്ടുണ്ട്. അപ്പയുടെ അനുസ്മരണങ്ങൾ, അപ്പയുടെ പേരിലുള്ള ട്രസ്റ്റുകൾ, അങ്ങനെ രൂപീകരിക്കുന്ന ഓർഗനൈസേഷൻസ്, അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന വർക്ക്, ഇതെല്ലാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടെയായിട്ട് ചിലപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എന്നെ കൂടുതലായിട്ട് വിളിച്ചാണ്. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഷൊർണൂർ പോയിരുന്നു. അതിന് മുമ്പ് കണ്ണൂരും കാസർഗോഡും പോയിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ച. ഇതൊന്നും അവിടെ എൻ്റെ പേര് പറഞ്ഞ സ്ഥലങ്ങളല്ലല്ലോ. അപ്പം ആളുകൾ എങ്ങോട്ട് എന്നെ ക്ഷണിക്കുന്നു, ഏത് പരിപാടിക്ക് ക്ഷണിക്കുന്നു, എന്നെ കൊണ്ട് ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഞാൻ ചെല്ലാറുണ്ട്. അത് മാത്രമേ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല, അതിനപ്പുറമായി ഇന്നൊരു സ്ഥലം കേന്ദ്രീകരിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന്. അനുസ്മരണങ്ങൾ നോക്കിയാൽ എല്ലാ അനുസ്മരണങ്ങളിലും എപ്പോഴും അതിലൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ചാണ്ടി വളരെയേറെ തിരക്കുള്ള MLA ആണ്. അപ്പോൾ ചാണ്ടിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം പലപ്പോഴും ചാണ്ടി അവർക്ക് പലരും ചാണ്ടിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വിളിക്കുന്നത്. അപ്പം ചാണ്ടിക്ക് പല സ്ഥലങ്ങളിലും എത്താൻ സാധിക്കത്തില്ല. അപ്പം പിന്നെ അച്ചു നാട്ടിലില്ല, ദുബായിലാണ്. അപ്പോൾ പിന്നെ ഞാനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ മാത്രമല്ല, അമ്മയും പോകാറുണ്ട്. അമ്മയും പല സ്ഥലങ്ങളിൽ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ പോകുന്നതാണ് മിക്കവാറും എല്ലാ പരിപാടികളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.